എല്ലാവർക്കും നമസ്കാരം. മലയാളികൾ ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പ്രായം നോക്കി ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കണം എന്ന പ്രോസിക്യൂഷന്റെ വാദം കാറ്റിൽ പറത്തി നല്ല ചുട്ട മറുപടി തന്നെയാണ് ഇന്ന് കോടതി ഗ്രീഷ്മയ്ക്ക് നൽകിയത്. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കോടതി ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ വരെയും ഗ്രീഷ്മയ്ക്ക് അഹങ്കാരത്തിന്റെയും ഒട്ടും കുറ്റബോധവുമില്ലാത്ത ഒരു പ്രകൃതമായിരുന്നു. പക്ഷേ ഇന്നത്തെ വിധിയോടെ ഗ്രീഷ്മയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. കോടതിക്ക് അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഈ വിധിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രായത്തിന്റെ പേരിൽ ഒറ്റ ജീവപര്യന്തം ലഭിച്ചേക്കാം എന്നുള്ള ഒരു വിചാരമായിരിക്കാം ഗ്രീഷ്മയ്ക്ക് ഇതുവരെയുമുള്ള അഹങ്കാരത്തിന് പിന്നിൽ എന്ന് കരുതുന്നു. പക്ഷേ ഷാരോൺ പകർത്തിയ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഗ്രീഷ്മ സ്നേഹത്തോടെ ഷാരോണ് നൽകുന്ന ഒരു ജ്യൂസ് കൊടുക്കുന്ന ഒരു വീഡിയോ, ആ വീഡിയോ തന്നെയാണ് ഇന്ന് ശരിക്കും ഗ്രീഷ്മയെ പൂട്ടിയിരിക്കുന്നത്. സത്യത്തിൽ ദൈവത്തിന്റെ ഒരു കൈ ഈ ഒരു കേസിൽ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. വിധിക്ക് ശേഷം ഷാരോന്റെ അമ്മ പൊട്ടിക്കരഞ്ഞ് കോടതിക്ക് മുൻപാകെ തൊഴുതു നിന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും അവരുടെ വേദനയ്ക്കും കണ്ണീരിനുമെല്ലാം ഒരു ഉത്തരമെന്ന പോലെ തന്നെയാണ് കോടതി കർശനമായിട്ടുള്ള ഒരു നടപടിയെടുത്ത് അർഹിക്കുന്ന ഒരു വിധി തന്നെ പ്രഖ്യാപിച്ചത്. അവസാന നിമിഷം വരെയും ഗ്രീഷ്മയുടെ വക്കീൽ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് ഗ്രീഷ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ ചെന്ന് ഗ്രീഷ്മയെ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന തെറ്റായിട്ടുള്ള വാദങ്ങൾ അവിടെ നടന്നിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാൽ കോടതിക്ക് ഇതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പൂർണ്ണമായി വിധിച്ചിരിക്കുകയാണ്. കുറ്റം ചെയ്തിട്ട് അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മ മാക്സിമം ശ്രമിച്ചു. പക്ഷേ ആ കൗശലമൊന്നും ഇവിടെ വിജയിച്ചില്ല. ഈ കേസ് സമൂഹത്തിന് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് മെസ്സേജ് കൊടുക്കരുത് എന്ന് തന്നെയാണ് കോടതിയും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയും കർശനമായി കൊണ്ട് തന്നെ ഈ ഒരു കുറ്റകൃത്യത്തിന് വധശിക്ഷ നൽകിയത്. ബന്ധം വേണ്ട എന്ന് തോന്നുന്നവരെല്ലാം ഇത്തരത്തിൽ കൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം ഇങ്ങനൊരു വിധി ഇന്ന് ഇവിടെ ഉണ്ടായതെന്ന് കരുതുന്നു. എന്തായാലും കോടതിക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളും അതേപോലെ തന്നെ മാധ്യമങ്ങളും അതുപോലെ ഷാരോന്റെ കുടുംബവും മുന്നോട്ട് വന്നിരിക്കുകയാണ്.